Good afternoon. Okay. So the 8 പേരുള്ളല്ലോ. എന്താ ക്ലാസ് തീരാറായത് കൊണ്ടാണോ? 2 ദിവസം കൂടി ഉള്ള ക്ലാസ്. നാളത്തോടുകൂടി നിങ്ങളുടെ ക്ലാസ് കഴിയും. എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഫിനിഷ് ആവും. ഇനിയിപ്പോ ഇന്നും നാളെയും 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ ക്ലാസ്. ഞാനൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് അങ്ങനെ വിശേഷമൊന്നും പറയാൻ സമയമില്ല അല്ലെ. തിരക്കിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ തീർക്കണതിന്റെ ഒരു തിരക്കിലും ഒക്കെയാണ്. ഇനിയിപ്പോ നമ്മുടെ ഇനി പഠിക്കാനുള്ള സമയം ഇപ്പൊ ക്രിസ്മസ് ഒക്കെയാണ്. പിള്ളേർക്കൊക്കെ വെക്കേഷൻ ഒക്കെയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വിടുന്നതിന്റെ തിരക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇല്ലല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കാം കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. 3rd and 4th മോഡ്യൂളിന്റെ എക്സാം ആയിരിക്കും ഇനി വരുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് മറ്റേ എക്സാം വരുന്നത്. അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. എങ്കിലും നിങ്ങൾ 3rd and 4th മോഡ്യൂൾസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം പോലെ ചെയ്യാട്ടോ. ഇനി നമ്മളിപ്പോ എന്താ ഒരു ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. വെച്ചാൽ നമ്മളിപ്പോ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചു, എക്സൽ പഠിച്ചു, പവർ പോയിന്റ് പഠിച്ചു. ഇനി 4ാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്തവർ ആരും ഇല്ല അല്ലെ. ഒരു ദിവസം നെറ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ് അല്ലെ. ഒരു ദിവസം നെറ്റ് ഇല്ല എന്ന് വെച്ചാൽ നെറ്റ് ഇല്ലാതിരിക്കാൻ പറ്റും നമുക്ക്? ഇന്റർനെറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ്. എന്താ ഇന്റർനെറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം എന്നറിയോ? ഇന്റർനെറ്റ്, ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇന്റർനെറ്റിനെ എന്താ അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഒന്ന് നോട്ട് ചെയ്തോ. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചാലും മതി. ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ എന്താ? ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇനി ഷോർട്ട് ചെയ്ത് നമുക്ക് നെറ്റ് എന്ന് പറയാം. നമ്മൾ നെറ്റ് തീർന്നു അല്ലെ, ഫോണില് നെറ്റ് ഇല്ല അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആണ്, നെറ്റ് കിട്ടുള്ള എന്ന് പറയും. ഇന്റർനെറ്റിന്റെ ഷോർട്ട് ഫോം ആണ് നെറ്റ് എന്ന് പറയുന്നത്. എക്സ്പാൻഡഡ് ഫോം ആണ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. എന്താ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ കമ്പ്യൂട്ടറുകളെയും തമ്മിൽ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഫോൺ കേബിളുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾക്കിടയിലുള്ള ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാനും നമുക്ക് സെൻഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നെറ്റ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. ഇപ്പോഴും നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഓൺലൈനിലൊക്കെ നമുക്ക് നെറ്റ് വേണം. നെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ലൈവ് ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നോക്കി എന്താ പറഞ്ഞത്? ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് രൂപീകരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ സംവിധാനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അവിടെ നോക്കി ഈ ഇന്റർനെറ്റിന്റെ ഒരു ഇത് ഉപയോഗം വന്നതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ ശരിക്കും മാറി മറഞ്ഞു അല്ലെ. പല കാര്യങ്ങൾക്കും നമുക്ക് നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് നോക്കിയേ. അവിടെ ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇന്റർനെറ്റ്, ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്, ഷോർട്ട് ചെയ്ത് നെറ്റ് എന്നും പറയാം. Okay, communication through the internet has revolutionized the people's way to connect and interact globally. അപ്പൊ ഈ ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആളുകളുടെ ജീവിതത്തെ തന്നെ, അവർക്കുടെ ആ കമ്മ്യൂണിക്കേഷൻ വേ, ആ ഒരു മാർഗത്തെ തന്നെ എന്താണ് പരിവർത്തനം വരുത്തി, അല്ലെങ്കിൽ അടിയോടെ മാറ്റി. കണക്റ്റഡ് ആൻഡ് ഇന്ററാക്ട് ഗ്ലോബലി, way to connect and interact globally.
അപ്പൊ നമ്മള് ഇന്റർനെറ്റ് വന്നോടുകൂടി നമ്മുടെ ആളുകളുടെ ജീവിതം തന്നെ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു രീതിയെ തന്നെ മാറ്റിമറിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാ ലെറ്റർ എഴുതും, പണ്ടൊക്കെ അങ്ങനെയല്ലേ, ലെറ്റർ നമ്മള് ഇത് മേടിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ലെറ്റർ അയക്കുകയും ചെയ്യുന്നത് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ അതിനുശേഷമാണ്, അല്ലെങ്കിൽ പിന്നെ പോയി പറയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഫോൺ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാന്നായി. എന്നാൽ ഇപ്പോഴോ നെറ്റൊക്കെ വന്നതോടുകൂടി നമുക്ക് വാട്സപ്പ് കോളുകളൊക്കെ ചെയ്യാം. നിങ്ങളും ചെയ്യാറില്ലേ? ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ലൈവായിട്ട് നേരെ കണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സംവിധാനം വരെ ഇന്ന് വന്നു. അപ്പൊ നമ്മൾ ആളുകളുടെ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ തന്നെ നെറ്റ് വന്നതോടുകൂടി അതിന് തന്നെ ഒരു മാറ്റം വന്നു, അല്ലെ? നമ്മളിപ്പോ ഇതൊരു വലിയൊരു എന്താ പറയാ നല്ലൊരു ജനറേഷനിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്, അല്ലെ? ഇപ്പൊ പണ്ടുള്ളവരൊക്കെ എത്ര കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇപ്പൊ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നല്ല ഫ്രീ ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ഫോൺ ബില്ല് അടയ്ക്കണം, വാട്ടർ ബില്ല് അടയ്ക്കണം, ഇതൊക്കെ ഒരു KCBയുടെ ബില്ല് അടയ്ക്കണം, ഇതൊക്കെ നമുക്ക് നേരെ ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെ? മറ്റേത് നമ്മൾ ബസ് പിടിച്ച് നമ്മൾ പോയി അവിടെ ക്യൂ നിന്ന് ഒരു 10-50 പേരുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോയി ക്യൂ നിന്ന് വെയിറ്റ് ചെയ്തൊക്കെ വേണമായിരുന്നു നമുക്ക് ബില്ലൊക്കെ അടയ്ക്കാൻ. ഇപ്പൊ നമുക്ക് എന്താ അറ്റ് മൊമെന്റ് നമ്മുടെ കയ്യിലുണ്ട് സാധനം, ആ ഫോണിന് ജസ്റ്റ് ആ സൈറ്റിൽ കയറുക, നമുക്ക് നേരെ എത്രയാണ് പണം, എത്രയാണ് അവിടെ എമൗണ്ട് വന്നേന്നുള്ളത് നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു ജനറേഷനിലാണ് നമുക്കൊക്കെ നമ്മുടെ ജോലിഭാരം കുറയാണ്, അല്ലെ? പണ്ടുള്ളവര് കഷ്ടപ്പെട്ട രീതിയിലൊന്നും ഇന്നിപ്പോ ആരും ചെയ്യുന്നില്ലല്ലോ. എല്ലാം കൊണ്ടും നെറ്റിന്റെ മാത്രമല്ല എല്ലാ സൗകര്യങ്ങളിലും, അല്ലെ? ഇപ്പൊ നമുക്ക് അലക്കണ്ട വാഷിംഗ് മെഷീൻ വന്നു, അരയ്ക്കണ്ട മിക്സി വന്നു, പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെ? അപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമുക്ക് പല സൗകര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനകത്തൊരു ഇതാണ് നമ്മൾ പറയുന്നത് ഈ നെറ്റിന്റെ കാര്യം, ഇന്റർനെറ്റ്. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? ഇന്റർനെറ്റ് വന്നതോടുകൂടി ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ ശരിക്കും എന്താ ഒരു അന്താരാഷ്ട്ര തലത്തിൽ, ഒരു ഗ്ലോബലി ആഗോള തലത്തില് എന്ത് ചെയ്യുന്ന ഒരു മാറ്റം വരുത്തി. It has opened up a multitude of meeting places for quick and convenient communication. Convenient. അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറെ സമയം വേണ്ട, അല്ലെ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. വേഗതയേറിയതും അതുപോലെ സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് ഈ ലെറ്റർ ഇട്ടിട്ട് ഒരാഴ്ച കഴിയണം ചിലപ്പോ അവിടെ കിട്ടണമെങ്കിൽ, നമ്മൾ പറഞ്ഞ കാര്യം അവരറിയണമെങ്കിൽ. ഇപ്പൊ അത് വേണോ? ജസ്റ്റ് ഫോൺ എടുക്കുക, നമ്മൾ വാട്സപ്പ് കോൾ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കോൾ ചെയ്യുക, നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ആ കോള് അവരുടെ പേരിൽ കോൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു, അല്ലെ? നമുക്ക് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ടാട്ടോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് എത്ര പെട്ടെന്ന്, അല്ലെ? സെക്കൻഡിനുള്ളിൽ നമുക്ക് ആരെങ്കിലും വിളിക്കാം, കോൾ ബട്ടൺ ചെക്കിയാൽ മതി, അവരെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ, അല്ലെ? ഫോണ്. അപ്പൊ അത്രയും ഒരു സൗകര്യപ്രദമായ രീതിയിലും നമുക്ക് വളരെ വേഗത്തിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് നെറ്റിലൂടെ നമുക്ക് സാധിക്കും. അതിനകത്ത് നോക്കിയാൽ here are some important aspects of communicating through the internet. ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനുള്ള ചില വശങ്ങൾ. ഇതിനകത്ത് പല ഇതാണ്. ഇമെയിലാണ് ഒന്നാമത്തെ പറയുന്നത്. ഏതൊക്കെയാ? നെറ്റിന്റെ തന്നെ പല ഇതാണ് പറയുന്നത്. ഇമെയിൽ എല്ലാവർക്കും ഉണ്ടല്ലോ, മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ നമ്മളിപ്പോ നിങ്ങളാണെങ്കിൽ എക്സാം എഴുതുമ്പോ മെയിൽ ഐ ഡി പേരും മെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ നിങ്ങൾ അതിലേക്ക് കയറുന്നത്, ജോയിൻ ചെയ്യണേ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഓഫീസില് ഓരോന്നൊക്കെ ഷെയർ ചെയ്യാൻ മെയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് കൊറോണയൊക്കെ വന്നപ്പോ അല്ലെ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡേറ്റാസുകൾ ഓഫീസിലേക്ക് കൊടുക്കാനും അവര് തമ്മിലുള്ള സ്റ്റാഫുകൾ തമ്മിലൊക്കെ ഉള്ള മെസ്സേജുകൾ കൈമാറാനും ഒക്കെ ഇമെയിൽ അന്നൊക്കെ എന്താ പറയാ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ മെയിൽ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? ഒരു പക്ഷെ ഒരു പ്രശ്നമുണ്ട് മേഡം, ഇനി ഒരു പ്രശ്നമുണ്ട്. ശരിയാണ്,
പ്രശ്നമുണ്ട്. അതിനെന്തായാലും നമുക്ക് ഒരു നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ദോഷമുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾ അഡ്വാൻറ്റേജ് മാത്രം നോക്കാം കേട്ടോ. ദോഷമുണ്ട്. അതെന്ത് സാധനം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ദോഷമുണ്ട്. അതും പറയുന്നുണ്ട് ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് അതിനകത്ത് പറയണ്ട അതൊക്കെ. അപ്പൊ നോക്കി, അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് മെസ്സേജുകൾ നമ്മൾ കൊടുക്കാൻ, നമുക്ക് അയക്കാനായിട്ട്, സെൻഡ് ചെയ്യാനായിട്ട്, നമുക്ക് റിസീവ് ചെയ്യാനായിട്ട്, ഡോക്യുമെന്റ്സുകൾ അയക്കാനൊക്കെ നമുക്ക് മെയിലിലൂടെ കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന ആക്കടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് ആ മെയിൽ അവിടെ വരും. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ജസ്റ്റ് മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അറിയേണ്ട മെസ്സേജ് എന്നുള്ളത് അത് വായിക്കാം. മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾ മെസ്സേജുകൾ മെയിലിൽ കൂടെ കൊടുക്കാറില്ലേ? ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാലോ. ഓഫീസ് സൂര്യ ഇവിടെ കമ്പിട്ടിട്ടുണ്ട് അല്ലെ, ജോബി ഒക്കെ തോന്നുന്നു. അവിടെ മെസ്സേജുകൾ എങ്ങനെ മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് എന്തൊക്കെ കാര്യം, ഇപ്പൊ ഒരു അക്ഷയ ചെന്നു എന്തെങ്കിലും നമ്മുടെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ വെച്ച് ചെയ്തോളും അല്ലെ. മെയിലായി ചെയ്താൽ മതി. അതിന് പ്രിന്റ് എടുക്കാം, നമുക്ക് പ്രിന്റ് എടുത്ത് അയക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് ആശയവിനിമയ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇമെയിൽ, മെയിൽ ചെയ്യുക എന്നുള്ളത്. ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ്, ഡോക്യുമെന്റ്സ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. നമുക്ക് സെക്യൂർ ആണ്, ഇത് സുരക്ഷിതമാണ്, പെട്ടെന്ന് നമുക്ക് അയക്കാൻ പറ്റും. അപ്പൊ ഈ ഇമെയിലിൽ കൂടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് പെർമിറ്റ്, ഇത് എന്തിനെ അനുവദിക്കുന്നു? യൂസേഴ്സ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് ആൻഡ് ഡോക്യുമെന്റ്സ്. മെസ്സേജുകൾ നമുക്ക് അങ്ങോട്ട് അയക്കാം അല്ലെ, സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സുകൾ അയക്കാൻ പറ്റും. നമുക്കത് റിസീവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പെട്ടെന്ന് റാപ്പിഡ് ആൻഡ് സെക്യൂർലി നമുക്ക് സെക്യൂർ ആണ്. ഇപ്പൊ നമ്മുടെ മെയിൽ ഐ ഡി, ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി ഉണ്ട്, അതിനൊരു പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് ആർക്കും അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് മെയിൽ ഐ ഡി നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കത് ക്രിയേറ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പൊ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അയക്കുകയാണെങ്കിൽ അവർക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അതൊരു സെക്യൂർ ആണ്, നമുക്ക് സുരക്ഷിതമായിട്ടുള്ളതാണ്. ഇമെയിൽ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ, ഒരു പഴക്കമുള്ള, ഫ്ലെക്സിബിൾ ആൻഡ് എസിൻക്രോണസ് എന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിലും നല്ല കാര്യക്ഷമതയോടും കൂടി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇമെയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഫ്ലെക്സിബിൾ ആണ്, എല്ലാവർക്കും വഴങ്ങുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഒരു കാര്യക്ഷമതയോടും കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇമെയിലിൽ കൂടെ സാധിക്കുന്നു. പെർമിറ്റിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി അക്രോസ് ഡിഫറെന്റ് ടൈം സോൺ. വ്യത്യസ്ത സമയങ്ങളിൽ, ഇപ്പൊ നമുക്ക് ആ സമയം ഇതൊന്നും നോക്കണ്ട, എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. വ്യത്യസ്ത സമയങ്ങളില് ഫലപ്രദമായ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ബിസിനസ്സുകൾക്കും ഇൻഡിവിജ്വലിനും ഒക്കെ അനുവദിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബിസിനസ് പറഞ്ഞില്ലേ, ബിസിനസ് ഒക്കെ നമുക്ക് അതിന് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അതിന് മെസ്സേജുകൾ, ഡോക്യുമെന്റ് ഒക്കെ മെയിൽ കൂടിയാണ് അവരൊക്കെ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, അങ്ങനെ ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇമെയില് നമ്മെ സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെയാണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോള് വിളിക്കാറില്ലേ? സാധാ കോളും വിളിക്കാറുണ്ട്, വാട്സപ്പ് കോളും വിളിക്കാറുണ്ട്, വീഡിയോ കോളും വിളിക്കാറുണ്ട്. ഇപ്പൊ നോക്കി എത്ര ഫെസിലിറ്റിയാ. നേരത്തെ നമുക്ക് ഇതിന് വല്ല സംഭവം ഉണ്ടായിരുന്നോ? നേരത്തെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് അവിടെ പോണം. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും തിരക്കായി. നമ്മൾ വീട്ടിലേക്കൊക്കെ അച്ഛനും അമ്മേനെയൊക്കെ കാണാനേ ഇപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ട്. മറ്റത് നമ്മള് ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ ചെല്ലണം അവരെ ഒന്ന് കാണണമെങ്കിൽ. ഇപ്പൊ എല്ലാ ദിവസവും കാണാം നമുക്ക്. ഇല്ല, എല്ലാരും വിളിക്കൂലേ?
വീട്ടിലേക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊക്കെ അച്ഛനും അമ്മേനെയൊക്കെ വാട്സപ്പ് കോൾ വിളിക്കൂലേ അല്ലെ? അപ്പൊ നമുക്ക് സന്തോഷമാണ് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് സങ്കടമായിരുന്നു എപ്പോഴും നമുക്ക് പോയി കാണാൻ പറ്റൂല്ലോ. ഇപ്പൊ എന്ത് ഒരു സൗകര്യമാണെന്ന് നോക്കിയാൽ നമുക്ക് നേരെ എല്ലാ ദിവസവും നമുക്ക് അവരെ കണ്ടു സംസാരിക്കാം. പാരന്റ്സിന് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള ഒരു സൗകര്യം വാട്സപ്പ് കോളിലൂടെ നമുക്ക് പറ്റും. നിങ്ങളും വിളിക്കാറില്ലേ ഫ്രണ്ട്സുമായിട്ട് വാട്സപ്പ് കോള്? അറ്റ് ദ മൊമെന്റ് നമ്മൾ അവരെന്താ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാം. എല്ലാവരും അതിനുള്ള സൗകര്യം ഉണ്ട്. വാട്സപ്പ് കോളുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളില്ലേ നിങ്ങൾക്ക്? വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇല്ലേ? അപ്പൊ അതിൽ കൂടെ നമുക്ക് ഒരാളെ മാത്രമല്ല, നമുക്ക് എല്ലാവരുമായിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആഡ് ചെയ്ത് കോള് വിളിക്കാലോ, ഗ്രൂപ്പ് കോളും വിളിക്കാം നമുക്ക്. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് ബേസ്ഡ് voice and video calling services like Skype. Skype എന്ന് കേട്ടിട്ടുണ്ടോ? Skype, SKYPE. സ്കൈപ്പ് എന്താ? രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ വീഡിയോ ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ്. വീഡിയോ ചാറ്റ് ചെയ്യാൻ രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വീഡിയോ ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് ആണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് സൂം മീറ്റിങ്ങുകള്, മൈക്രോസോഫ്റ്റ് ടീം എന്ന് വെച്ചാൽ ഈ കോൺഫറൻസിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ടീം. നോക്കി അവിടെ 3 പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഇന്റർനെറ്റ് ബേസ്ഡ് വീഡിയോ കോൾസ്, വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ്. ഏതൊക്കെ അങ്ങനെ? അപ്പൊ വോയിസ് വീഡിയോ കോളിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസ് ആണ് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം. മെയ്ഡ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഏബിൾ ടു ഹാവ് എ റിയൽ ടൈം ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസ്. നമുക്ക് ബിസിനസ്സിലൊക്കെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് എല്ലാവരുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് നടത്തണം. അപ്പൊ ആളുകൾ മെനക്കെട്ട് അവിടെ പോണ്ട. ഓരോരുത്തർക്കും അവരുടേതായ സൗകര്യത്തിൽ ആ മീറ്റില് നമുക്ക് ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം അല്ലെ? എല്ലാവരെയും ഒപ്പം നമ്മൾ പിന്നീട് വിളിച്ചു പറയേണ്ട ഒന്നും ആവശ്യമില്ല. ലൈവില് ആയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ഇരിക്കുന്നേ അല്ലെ? നമുക്ക് അല്ലെങ്കിൽ എന്ത് പാടാ. നേരത്തെയൊക്കെ നമ്മൾ എങ്ങനെയാ, നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണം, അവിടെ നടന്നു പോകണം, ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ അവിടെ പോണേ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ മുന്നില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ സൗകര്യത്തിന് വരിക ചെയ്യുന്നത് അല്ലെ? നമുക്ക് നേരെ ഓൺലൈനായിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ പറയാ, എനിക്ക് കേൾക്കാം, അതിനുള്ള ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാം അല്ലെ? നമുക്ക് നേരെ ലൈവിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇന്നുണ്ട്. നോക്കിയേ, അപ്പൊ അത് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ആ ഫെസിലിറ്റി വീഡിയോ ആൻഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ഏതൊക്കെയാണ്? അപ്പൊ സ്കൈപ്പ്, സൂം മീറ്റിങ്ങുകള്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീം. മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ വീഡിയോ കോൺഫറൻസിൽ തന്നെ വേണ്ടിയുള്ളതാട്ടോ, വേണ്ടിയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ ഒക്കെ ചെയ്യാൻ, വീഡിയോ കോളിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ് മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറയുന്നത്. മേക്ക് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഏബിൾ ടു ഹാവ് എ റിയൽ ടൈം ഓഡിയൻസ് ആൻഡ് ഓഡിയോ ആൻഡ് വീഡിയോ കോൾ. റിയൽ ആയിട്ട് നേരിട്ട് തന്നെ നമുക്ക് അപ്പം തന്നെ ഓഡിയോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാനും നേരിട്ട് കോൺവെർസേഷൻ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ അടുത്ത് നോക്കി, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെ കുറിച്ച് പ്രത്യേകം പറയണ്ട. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടാവും. ഫേസ്ബുക്കിൽ അക്കൗണ്ട്, FB അക്കൗണ്ട് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഇപ്പൊ എത്രയാ? 24 പേരോട് ഇല്ല അല്ലെ? സൂര്യ അപ്പൊ തന്നെ ഇട്ടുണ്ട്, ചിഞ്ചു ഒക്കെ മെസ്സേജ് ഇട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട്. സോഷ്യൽ മീഡിയ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇന്റർനെറ്റിന്റെ ഒരു ഇത് തന്നെയാണ് ഫേസ്ബുക്ക്. ഇന്റർനെറ്റ് ബേസ്ഡ് social media platform such as Facebook, Twitter, Instagram and LinkedIn have changed the way people communicate and share information online. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാ? ഫേസ്ബുക്ക്, FB കുറിച്ച് പറയണ്ട. എല്ലാവരും ഓരോ പോസ്റ്ററുകൾ ഇടും അല്ലെ? ഫേസ്ബുക്കിൽ ഇടാറില്ല. എന്ത് സീറ്റിലെ കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ, അത് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടും. ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്യും. നമ്മൾ ബർത്ത്ഡേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഫങ്ഷൻസ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഫേസ്ബുക്കിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. ട്വിറ്റർ എന്ന് പറഞ്ഞാൽ
നമുക്ക് നെറ്റ് വഴി ഇന്റർനെറ്റ് വഴി തന്നെ മെസ്സേജ് ഒക്കെ അയക്കാനുള്ള ഷെയർ ചെയ്യാനുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വിറ്ററിൽ ആരൊക്കെങ്കിലും അക്കൗണ്ട് ഒക്കെ ഉണ്ടോ? അറിയില്ലേ? ഇല്ല. ജോബി എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്. എന്തായാലും ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ ഇന്റർനെറ്റ് വഴി മെസ്സേജുകൾ ഉണ്ട്. ജോബിക്ക് ഉണ്ടോ? ട്വിറ്ററിൽ ഇതുണ്ടെന്നാ പറഞ്ഞ അക്കൗണ്ട്. അപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് എല്ലാവർക്കും സന്ദേശങ്ങൾ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത് നോക്കി ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവുമല്ലോ. ഇൻസ്റ്റഗ്രാമില്ലേ? യെസ്. ഓക്കെ, എല്ലാത്തിനും ഉണ്ടല്ലേ. ഇൻസ്റ്റഗ്രാം, അതുപോലെ ഇതെല്ലാ മെസ്സേജുകളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം. ആൻഡ് ലിങ്കൺ. ലിങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇതും ഇതുപോലെ തന്നെ ഇത് അയക്കുന്ന ഒരു ആപ്പ് തന്നെയാണ്. നമുക്ക് ജോലി ഒക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് ജോലിയൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ലിങ്കൺ എന്ന് പറയുന്നത്. 4 എണ്ണം പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ആൻഡ് ലിങ്ക്ഡൻ. ഹാവ് ചേഞ്ച്ഡ്. അപ്പൊ ഇതൊക്കെ വന്നോടുകൂടി നമ്മൾ എന്ത് പറ്റി? ആളുകളുടെ ആ കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് ചേഞ്ച് വന്നു. ആൻഡ് ഷെയർ ദ ഇൻഫർമേഷൻ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇപ്പൊ അവരെവിടെയെങ്കിലും ടൂർ പോയി നേരെ ഫേസ്ബുക്കിൽ ഇട്ടു, നമ്മളത് ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് കാണാം. അല്ലെങ്കിൽ അവര് ടൂർ പോയ കാര്യം നമ്മൾ അറിയണ്ടോ? അവരിടുന്ന അവിടെ ടൂർ പോയി ഇന്ന കാര്യങ്ങൾ കണ്ടു, ഓരോ സ്ഥലങ്ങൾ ഷെയർ ചെയ്തും അതടക്കം ഫേസ്ബുക്കിലേക്ക് ഇടും. നിങ്ങൾ ഷെയർ ചെയ്തിട്ടാറില്ലേ? ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടാറില്ലേ ഓരോ കാര്യങ്ങളൊക്കെ? അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും അത് കാണും. അല്ലെങ്കിൽ നമുക്ക് നേരെ അവരെ കാണിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പല ഫെസിലിറ്റി വന്നതോടുകൂടി ആളുകളുടെ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഓരോ കാര്യങ്ങള് ഇൻസ്റ്റഗ്രാമിൽ ഇടുക. ഓക്കെ. എന്തായാലും അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ തന്നെ നമുക്ക് മറിച്ചു. This platform offer a vast range of communication tool which includes status ഇടാറില്ലേ? സ്റ്റാറ്റസ് ഇടാറില്ലേ? നമ്മള് എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ്, കമന്റ്സ് ഇടാറില്ലേ? അവളൊരു പുതിയ ചുരിദാർ ഇട്ട് ഫോട്ടോ ഇട്ടു, അപ്പൊ അടിയിൽ കമന്റ്, ഇത് അത്ര നല്ലതല്ല. ചിലർ ഒരു നല്ലതാണ് കമന്റ് ഇടൂലേ? നമ്മള് ചെറിയ ചെറിയ കമന്റ്സുകൾ ഇതിലിടും. ഫോട്ടോയോ വീഡിയോ ഒക്കെ ഇടുമ്പോ നമ്മൾ അതിന് ഒന്ന് റിപ്ലൈ, നമ്മളൊരു കമന്റ് ഇടും. അപ്പൊ ഒരു ബർത്ത്ഡേയുടെ ഇട്ടു, അപ്പൊ നമുക്ക് അപ്പൊ തന്നെ കമന്റ് ഇടാം, ഹാപ്പി ബർത്ത്ഡേ, നമുക്കൊന്ന് വിഷ് ചെയ്യാം. ഇങ്ങനെയുള്ള കമന്റ്സുകള്, സ്റ്റാറ്റസുകള് ഇതൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇതിൽ കൂടെ പറ്റും. അല്ലേ? സജാസ് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാൻ പാടില്ല, നമുക്ക് മെസ്സേജ് അയക്കാം. നേരെ നമുക്ക് മെസ്സേജ് അയക്കാം. ആൻഡ് വീഡിയോ ഷെയർ ചെയ്യാലോ, വീഡിയോകൾ ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് സഹായിക്കുന്നതാണ്. Social media make individual and business able to connect, collaborate and engage with a broader audience. ഈ സോഷ്യൽ മീഡിയകള് വ്യക്തികളെയും പിന്നെ അതുപോലെ ബിസിനസ്സുകളെയും ഒക്കെ ഒരു ഓഡിയൻസിനെ ഒക്കെ ബന്ധിപ്പിക്കാനും അവരെ പരസ്പരം കണക്ട് ചെയ്യാനും, കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. അവരെ പരസ്പരം ബിസിനസ്സിലുള്ള ആളുകളെയൊക്കെ ആണെങ്കിലും പരസ്പരം കണക്ട് ചെയ്യാനും സഹകരിക്കാനും ഇടപഴകാനും ഒക്കെ പ്രാപ്തരാക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു വേ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളതാണ്. ഇതിലൊക്കെ എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റാറ്റസുകൾ, കമന്റ്സുകൾ, ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കാം, വീഡിയോകളൊക്കെ ഷെയർ ചെയ്തിടാനൊക്കെ പറ്റുന്ന ഇതാണ് സോഷ്യൽ മീഡിയ. ഇനി അടുത്ത് നോക്കിയേ, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഫയൽ ഷെയറിംഗ്, ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫയലുകൾ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് കേട്ടിട്ടുണ്ടോ? അത് ക്ലൗഡ് സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലല്ലാതെ നമുക്ക് നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലല്ലാതെ നമ്മുടെ ഫയലുകൾ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്
ക്ലൗഡ് സ്റ്റോറേജ്. ഇപ്പൊ നമ്മുടെ ഫോണിൽ നമ്മൾ ഫയൽ ഇട്ടു, ഫോൺ എന്തെങ്കിലും ചീത്തയായി പോയി, അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഫയലുകളൊക്കെ അതിൽ നിന്ന് പോകും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഫയലുകൾ നമ്മുടെ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഫോണിലല്ലാതെ ഫയലുകൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, അതായത് നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, അതിനകത്തേക്ക് നമ്മൾ ഫയലുകൾ ഷെയർ ചെയ്ത് നമുക്ക് അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ക്ലൗഡില് നമുക്ക് ഫയലുകൾ എന്ത് ചെയ്യാം, സേവ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ആ ഫയലുകൾ ഒന്നും തന്നെ നമ്മുടെ ഫോണിലായിരിക്കൂല. ആ ഫയലുകൾ സേവ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ക്ലൗഡ് അല്ലെങ്കിൽ സെർവർ എന്ന് പറയും. SERVER സെർവറുകളിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഫയലുകൾ എവിടെയാ? സെർവറുകളിലായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ ക്ലൗഡ് സെർവർ അല്ലെങ്കിൽ ക്ലൗഡ് എന്ന് പറയാം, അതിലായിരിക്കും ഫയൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഫോൺ റീസെറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ഒന്നും നമുക്ക് ആ ഫയൽ നഷ്ടപ്പെടൂല. അപ്പൊ എന്താ, നമ്മുടെ മെയിൽ ഐ ഡി അടിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അക്സസ് ചെയ്യാൻ പറ്റും. ആ ഫയല് പോകൂല. ആ ഫയല് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അപ്പൊ നമുക്ക് അങ്ങനെ ആ ക്ലൗഡിൽ നിന്ന് അല്ലെങ്കിൽ സെർവറിൽ നിന്ന് ഫയല് അക്സസ് ചെയ്യുന്ന ഒരു ഇതാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം, നമ്മുടെ ഫോണിൽ അല്ലാതെ ഫയലുകൾ സുരക്ഷിതമായി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചോട്ടോ. അവിടെ എല്ലാവർക്കും അറിയുന്നില്ല, ഒരൊറ്റ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ആ പ്രിന്റ് നോട്ടിൽ തന്നെ എഴുതിയാൽ മതി, പ്രത്യേകിച്ച് നോട്ടൊന്നും എടുക്കണ്ട. അല്ലാതെ ഒരൊറ്റ സെന്റൻസ് എഴുതിക്കോ. ക്ലൗഡ് സ്റ്റോറേജിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഈസ് എ mode of computer data storage is a mode of computer data storage in which digital data is stored, STORED, stored on server, SCRVER, server അല്ലെങ്കിൽ ക്ലൗഡിലാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. Digital data is stored on server, CRVER, server in off-site location, in off-site or off-site location. Okay, cloud storage is a mode of computer data storage in which the digital data is stored on server in off-site location. ഇനി നോക്കി ഇവിടെ ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാ? ഗൂഗിൾ ഡ്രൈവ്. എക്സാമ്പിൾ നോക്കിയേ, ഗൂഗിൾ ഡ്രൈവ്, ഓക്കെ, ഡ്രോപ്പ് ബോക്സ്. ഇതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. അപ്പൊ നമുക്ക് ഫയലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും നമുക്ക് സൂക്ഷിച്ചു വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെയാണ് വൺ ഡ്രൈവ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഫയലുകള് നമ്മൾ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ആണ്. ഫയലുകളുമായി നമ്മൾ ഷെയർ ചെയ്യാനൊക്കെ, ഫയല് സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. വൺ ഡ്രൈവ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ പേഴ്സണൽ ഫയല്, ഫോട്ടോസ്, ഫോൾഡർ, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മേക്ക് യൂസേഴ്സ് ടു ഏബിൾ to share and to collaborate on documents, images and other files. ഇതൊക്കെ ഷെയർ ചെയ്യാനും നമുക്ക് അത് സഹകരിക്കാൻ എല്ലാം കൂടി വെക്കാനും അതാണ് യൂസറിനെ പ്രാപ്തരാക്കുന്നു. ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരും കേട്ടോ. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാ? ഗൂഗിൾ ഡ്രൈവ്, Dropbox and OneDrive.
make users able to share and collaborate on document, image, and other files. Cloud storage service provide a convenient and secure way to store and access file from anywhere. എവിടെ നിന്നുള്ള ഫയലുകളൊക്കെ ആണെങ്കിലും അതൊരു നല്ല സൗകര്യപ്രദമായ രീതിയിൽ സൗകര്യപ്രദമായ രീതിയിലും സെക്യൂർ ആയിട്ടും സുരക്ഷിതമായിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഒരു തടസ്സമില്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ഒക്കെ വേണ്ടിയും ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് യൂസ് ചെയ്യും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. അതിന്റെ എക്സാമ്പിളുകൾ നോക്കുക. നമ്മുടെ ഫയലുകൾ സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫോണിൽ നമ്മൾ ഫയൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഫയൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ ഇതിവിടെ ഫയലുകൾ ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ക്ലൗഡ് അല്ലെങ്കിൽ സെർവറിലാണ്. അപ്പൊ നമുക്കത് വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് എന്താ നമുക്ക് നേരെ സൈൻ ഇൻ ചെയ്ത് നമുക്ക് മെയിൽ ID കയറി സൈൻ ഇൻ ചെയ്ത് നമ്മുടെ ഫയലുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് അഞ്ചാമത്തെ വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർസ് കേട്ടിട്ടുണ്ടോ? സെമിനാർ എന്താ? സെമിനാറും വെബിനാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെമിനാർ ചെയ്തിട്ടുണ്ടാവില്ലോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവില്ലോ. എന്താ സെമിനാർ എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മളൊരു ടോപ്പിക് പ്രസന്റ് നമ്മളൊരു ടോപ്പിക് എടുത്തു നമ്മൾ അത് പ്രസന്റ് ചെയ്യും. നമ്മൾ അത് പഠിച്ച് പ്രസന്റ് ചെയ്ത് നമ്മൾ അവതരിപ്പിക്കും. അവിടെ സെമിനാർ അവിടെ ഒരു എന്താ പറയാ ഒരു ചർച്ചാ യോഗമാണ്. അതായത് നമ്മൾ അവരുമായിട്ട് നേരെ തന്നെ നമ്മൾ അത് പറയുന്നു, അവർക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ നമുക്ക് അവിടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് ചോദിക്കാം. നമ്മൾ അവരോട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ചർച്ചയാണ് സെമിനാർ എന്ന് പറയുന്നത് ശരിക്കും. എന്നാ വെബിനാർ എന്താ? വെരി ഗുഡ്. എന്താണ്? ഓൺലൈൻ പ്രസന്റ് ആണ്. ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലുള്ളവരുമായിട്ട് ഒരു വെബ്സൈറ്റിലൂടെ നടത്തുന്ന ഒരു കൂടിയാലോചന ആണ് ഈ വെബിനാർ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെമിനാർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനാണ് സെമിനാർ എന്ന് പറയുന്നത്. എന്നാൽ വെബിനാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാ? ഡയറക്റ്റ് ഓൺലൈനിൽ കൂടിയാണ്, വെബ്സൈറ്റിലൂടെയാണ്. പല സ്ഥലങ്ങളിലുള്ളവരുമായിട്ട് വെബ്സൈറ്റിലൂടെ സഹകരിച്ചു കൂടിയാലോചന നടത്തുന്നതാണ് നമുക്ക് വെബിനാർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വെബിനാർ ആകുന്നുണ്ട്. എന്നാൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കൊക്കെ സെമിനാറാണ് നമ്മൾ നടത്തുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് സെമിനാറുകൾ ഉപയോഗിക്കുന്നത്. എന്താ വെബിനാറുകളൊക്കെ എന്നാൽ മാർക്കറ്റിംഗ്, ബിസിനസ് അതിനൊക്കെയാണ് വെബിനാർ ഉപയോഗിക്കുന്നത്. ഓൺലൈൻ പ്രസന്റേഷൻ. ഇപ്പൊ നമ്മൾ ഓൺലൈനിലായിരിക്കുന്നത് അല്ലെ? ഓൺലൈൻ പ്രസന്റേഷൻ. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ഫോർ ഹോസ്റ്റിംഗ് ഓഫ് വെബിനാർ ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് ഇങ്ങനെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാനും ഓൺലൈനില് ക്ലാസ്സുകൾ, ഇപ്പൊ നിങ്ങൾ ഓൺലൈനാണ് ക്ലാസ് കാണുന്നത്, ഓൺലൈൻ പ്രസന്റേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Where speakers can give out the content and interact with the participant in real time. യഥാർത്ഥത്തില് നമുക്ക് സംസാരിക്കുന്ന ആളും നമ്മുടെ കണ്ടന്റ് അവരോട് പറയുന്നു, എന്നിട്ട് നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരോടുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് നടത്തുന്നു അല്ലെ? ഇപ്പൊ നമ്മള് ഇന്റർനെറ്റിൽ കൂടെ തന്നെ അല്ലെ, വെബ്സൈറ്റിൽ കൂടെ തന്നെ, ആ സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ഓൺലൈൻ പ്രസന്റേഷൻ നടത്താൻ പറ്റുന്നു. ഓഫീസിൽ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വരൂലേ, സൈറ്റില് കയറി നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മളിപ്പോ അങ്ങനെയല്ലേ ഓൺലൈനിലായിരിക്കുന്ന, ഡയറക്റ്റ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ പറയണമെന്ന് തോന്നിയാൽ ഇപ്പൊ തന്നെ പറയാം. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് കേൾക്കാനും പറ്റും. നമുക്കത് കണ്ടന്റ് നമുക്ക് തമ്മിലുള്ള കണ്ടന്റുകൾ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ അതായത് സ്പീക്കേഴ്സിനും പാർട്ടിസിപ്പന്റിനും ഒരുപോലെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ. പ്ലാറ്റ്ഫോം സച്ച് ആസ് GoToWebinars, WebEx, ഇതൊക്കെ ഓൺലൈൻ മീറ്റിംഗിന് വേണ്ടി ഉള്ള ഫെസിലിറ്റി ആട്ടോ അത്. GoToWebinars ആൻഡ് WebEx.
ഓൺലൈൻ മീറ്റിംഗ് പോലുള്ള ഇവന്റുകൾ സുഗമമാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വെബ്എക്സ് ഫെസിലിറ്റി ഇന്ററാക്റ്റീവ് ഓൺലൈൻ ഇവന്റ് വിച്ച് എനേബിൾ നോളജ് ഷെയറിംഗ്, നമുക്ക് നോളജ് ഷെയർ ചെയ്യാം, ട്രെയിനിങ് സെക്ഷൻ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ, ആൻഡ് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ, പ്രൊഡക്റ്റുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഒക്കെ ഈ നമുക്ക് പ്രാപ്തരാകുന്ന ഓൺലൈൻ പ്രസന്റേഷനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓവറോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഓവറോൾ ദ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ഇഫക്റ്റീവ്, ഒരു ഫലപ്രദമായ രീതിയിൽ, കൺവീനിയന്റ് സൗകര്യപ്രദമായ രീതിയിൽ, ആൻഡ് ഡൈനാമിക് മെത്തേഡ് ടു ലിങ്ക് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഷെയർ ഇൻഫർമേഷനോട് ഷെയർ ചെയ്യാം, ആൻഡ് കൊളാബറേറ്റ് അക്രോസ് ഡിസ്റ്റൻസ്, വളരെ ദൂരത്തിലുള്ളവർക്ക് പോലും എല്ലാവർക്കും കൂടി സഹകരിച്ച് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആണ് നമുക്ക് ഇന്റർനെറ്റിൽ കൂടെ കിട്ടുന്നത്. The internet has brought people closer together, promoting global connectivity and breaking down barriers, time and location. അവിടെ വേറെ ബാരിയേഴ്സ് ഒന്നുമില്ല, തടസ്സങ്ങളില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇപ്പൊ എനിക്കിപ്പോ ബിനോയിനോടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ജോബിനോട് സംസാരിക്കണം, സൂര്യ, സെമീന, ഇവിടെ ഇരിക്കുന്ന അനൂപ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ആ കുട്ടി, അതിനോട് ചിഞ്ചു, ഇതിനോടൊക്കെ സംസാരിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കും ഇവിടെ വന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് അവിടെ വേറെ എന്താ, ഇങ്ങനെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടൊരു ബാരിയേഴ്സ് ഒന്നും അവിടെ ഇല്ല അല്ലെ. അവിടെ നമുക്കൊരു തടസ്സങ്ങളൊന്നും അവിടെ നമുക്ക് അത് എഴുതിക്കുന്നില്ല. അപ്പൊ സമയവും നമുക്ക് ലാഭിക്കാം. ഇനി ഞാൻ ഇവിടെ നിന്ന് നമ്മൾ വണ്ടിയും വിളിച്ചോണ്ട് ഇപ്പൊ ജോബിനെ കാണാൻ സംസാരിച്ചോ എന്ന് ബിനോയ് പറയാം. ഓക്കെ, ഞാൻ സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ്. നോക്കിയാൽ ജോബിനെ കാണണമെങ്കിൽ എനിക്കിപ്പോ ജോബിയുടെ വീട്ടുവരെ നമുക്ക് അത്രയും സമയങ്ങൾ, എത്ര മണിക്കൂർ യാത്രയുണ്ട്, അവിടെ വരെ ഞാൻ എന്റെ സമയം എനിക്ക് ലാഭിക്കാം അല്ലെ. സമയം നമുക്ക് ലാഭിക്കാം, സ്ഥലം, അത് പോണേന്റെ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം, അതിന്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങള്, ഇതൊക്കെ നമുക്ക് അതിനെയൊക്കെ ബാരിയേഴ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ഡയറക്റ്റ് നമുക്ക് അടുത്ത മൊമെന്റ് നമ്മളൊരു ലിങ്ക് ഇടുക, ആ ലിങ്കിലേക്ക് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയാ, നിങ്ങൾ ജസ്റ്റ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ കയറുന്നു, നമ്മൾ ആവശ്യമായിട്ട് സംസാരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല, അതിന്റെ ഇടയിൽ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് സമയം ലാഭിക്കാം, നമ്മുടെ പൈസ ലാഭിക്കാം അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ഫെസിലിറ്റി, നമുക്ക് സൗകര്യം അത് ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതാണ് മറ്റുള്ളവരുമായിട്ട് ലിങ്ക് ചെയ്യാനും നമുക്ക് ഷെയർ ചെയ്യുന്നതിനും നമുക്ക് അതിനുള്ള ഒരു പ്രചോദനവും ചലനാത്മകമായിട്ടുള്ള നിരവധി രീതികള് ഈ ഇന്റർനെറ്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ സമയത്തിന്റെയോ സ്ഥലത്തിന്റെയോ തടസ്സങ്ങളൊക്കെ അത് തകർക്കുകയും ചെയ്യുന്നു. ഇന്റർനെറ്റ് ഹാസ് ബ്രോട്ട് പീപ്പിൾ ക്ലോസർ ടുഗദർ. നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആക്കല്ലേ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ജോബിന്റെ വീട് വരെ പോകണമെങ്കിൽ എത്ര ദൂരം പോകണ്ട, അവിടെ അത് തീർന്നു. നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്കത് കുറച്ചുണ്ട്. ഇതാണെങ്കിൽ ഞാൻ പറയാം ജസ്റ്റ് ഒരു ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതിയല്ലോ, നമുക്ക് രണ്ടു കൂട്ടർക്ക് എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, നിങ്ങളിപ്പോ സ്കൂളിൽ പഠിച്ചത് അല്ലെങ്കിൽ കോളേജിൽ നിങ്ങളോടൊപ്പം പഠിച്ചവരൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്താവും, നമുക്കൊരു ക്ലോസ് റിലേഷൻഷിപ്പ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഫോണൊന്നും ഇല്ലെങ്കിലോ, നെറ്റ് കിട്ടുന്നില്ല, ഫോണില്ല എങ്കിലും നമുക്ക് അത് പറ്റുമോ? നമുക്ക് എപ്പോഴും അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാനും കാണാനോ പറ്റില്ല. ഇപ്പെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് എന്താ ദൃഢമാക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റികൾ ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോള് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് നെറ്റിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റി ആണെന്നുള്ളതൊക്കെ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കി വെബ് ബ്രൗഷേഴ്സ്, വെബുകള്, പല വെബ്സൈറ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഓരോന്നിനും ഓരോ സൈറ്റുകളുണ്ട്. ഇപ്പൊ KCB-യിൽ ബില്ല് അടയ്ക്കണേ അവിടത്തെ സൈറ്റിൽ കയറണം. KCB-യുടെ സൈറ്റിൽ കയറിയിട്ടാണ്. ഇപ്പൊ PSC-യിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ജോയിൻ ചെയ്യണം, ഏത് സൈറ്റാ? www.kerala.psc.government.in എന്ന് പറഞ്ഞ PSC സൈറ്റ് കയറി കഴിഞ്ഞാൽ അപ്പൊ പുതിയ ഇൻഫർമേഷൻ, ഇപ്പൊ അടുത്ത നെക്സ്റ്റ് എക്സാം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതിന്റെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഓരോ സൈറ്റുകളുണ്ട്.
നമുക്ക് വെബ് ബ്രൗഷേഴ്സ്, വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ബ്രൗഷറുകൾ. അതെന്നുവെച്ചാൽ നിങ്ങളുടെ ഫോണിലില്ലേ ഗൂഗിൾ ക്രോം എടുത്തിട്ടില്ലേ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. നോക്കിയേ, വെബ് ബ്രൗഷേഴ്സ്, ആ ആപ്പ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിടും പ്ലേ സ്റ്റോറിൽ നിന്ന്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണ്. നോക്കിയേ, വെബ് ബ്രൗഷേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇവാലുവേറ്റ് ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വൈഡ് വെബ്. നമുക്ക് ഒരു വെബ് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് യൂസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, നാവിഗേറ്റ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണം, നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓരോ സ്ഥലം നമുക്ക് അറിയില്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കടയിൽ കാണുന്ന ആളോടോ അല്ല ഓട്ടോറിക്ഷക്കാരോടോ ഇപ്പൊ സൗകര്യ സ്ഥലമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഇടയ്ക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ നിന്ന് കയറുക. ഇപ്പൊ ഇവിടെ പറവൂരിന്ന് നമുക്കൊരു മൂന്നാർ പോകണം, നേരെ ഗൂഗിളിൽ എടുക്കാം, ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ പോരെ, ഗൂഗിൾ മാപ്പ് അവിടെ അവൈലബിൾ ആണ്. ആരോടും വഴി ചോദിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് റൂട്ട് കാണിച്ചു തരും. നേരെ നമുക്ക് നോക്കിയാൽ മതി അല്ലെ, വഴി വരെ കാണിച്ചു തരും. നമ്മുടെ ഫോണിന്റെ ഒരു ചെറിയ ഒരു പോക്കറ്റ് റോഡ് തിരിഞ്ഞുകൊണ്ട് ടേൺ റൈറ്റ്, അതൊക്കെ ഏതാണ് എങ്ങോട്ട് വേണം തിരിയണം എന്നൊക്കെ ഉള്ള ക്ലിയർ ആയിട്ടുള്ള വഴി നമുക്ക് അത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് അങ്ങനെ നാവിഗേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പോകാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരിതാണ് ഗൂഗിള്. അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്. അത് എടുത്തിട്ടുണ്ടോ? മോസില്ല ചില സമയം വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ കുറച്ചൊക്കെ നമ്മളെ കറക്കും അല്ലെ. അത് ഇങ്ങനെയുള്ള വഴികളൊന്നും നമുക്കിടെ വഴികളൊന്നും അധികം അറിയില്ല ചിലപ്പോ. ശരിയാണ്, ചില സമയത്ത് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി പോകുമ്പോ ചിലപ്പോ വഴി മാറിപ്പോകും. പക്ഷെ അതൊക്കെ പറയുന്നത് കറക്റ്റ് തന്നെയാട്ടോ. കറക്റ്റ് ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കും. നമുക്ക് ഒരു ചെറിയ ഇത് വേണം, ഇത്രയേ ഉള്ളൂ. Okay, they provide a graphical users interface for individual to interact with the website. വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. സെർച്ച് ഫോർ ഇൻഫർമേഷൻ എന്താ പറഞ്ഞത്, PSC പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ PSC സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻ ഒക്കെയാണ്, ആ ഇൻഫർമേഷൻ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്, ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോം, Mozilla Firefox. Here are some important points about the web browsers. Web browsers കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് നോക്കിയ യൂസർ ഇന്റർഫേസ്. അപ്പൊ നമുക്കൊരു ഫ്രണ്ട്ലി ആണ്. നമ്മൾ പറയുന്നത് വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് with the express link, address bars, bookmark and navigation button. They permit users to get into website address or search inquiries and exhibit the requested web page in a visually appealing format. അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, URL എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് PSC സൈറ്റിൽ നമുക്ക് കയറി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ എന്താ www.keralapsc.government എന്നുള്ള സൈറ്റിലേക്ക് കയറുക. നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് യൂസർ ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. പിന്നെ അതിനകത്ത് അഡ്രസ് ബാറുകൾ ഉണ്ട്, ബുക്ക് മാർക്കുകൾ, നാവിഗേഷൻ ബട്ടൺസ് ഒക്കെ ഉണ്ട്. എന്നിവ പോലെയുള്ളത് നമുക്ക് യൂസേഴ്സ് ഇന്റർഫേസ് കുറച്ചും കൂടി വിപുലീകരിക്കാൻ സഹായിക്കാവുന്ന വെബ്സൈറ്റിന്റെ അഡ്രസ്സിലേക്ക് നമുക്ക് അല്ലെങ്കിൽ സെർച്ച് ക്വയറീസിലേക്കൊക്കെ പ്രവേശിക്കാൻ നമുക്ക് അറിയാം. ഒരു ഏതെങ്കിലും വെബ്സൈറ്റ് അതിന്റെ അഡ്രസ്സിൽ എത്തണമെങ്കിൽ നമുക്കത് അതിലേക്ക് നേരെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കയറിയാൽ മതി. അപ്പൊ എന്തായാലും നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് തരുന്നുണ്ട്, വെബ് ബ്രൗസേഴ്സ് തരുന്നുണ്ട്. രണ്ടാമത്തെയാണ് റെൻഡറിംഗ് വെബ് പേജസ്. ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് engines to explain and display web content. വെബ്സൈറ്റിലുള്ള കണ്ടന്റുകൾ വിഷ്വലി നമുക്ക് കാണാൻ, വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കും. അതാണ് റെൻഡറിംഗ് വെബ് പേജ് എന്ന് പറയുന്നത്. നമുക്കപ്പോ ആ വെബിലുള്ള കാര്യങ്ങളില് വെബ്സൈറ്റിൽ പറഞ്ഞേക്കുന്ന കണ്ടന്റ്, വെബ്സൈറ്റിൽ കാണിച്ചേക്കുന്ന കണ്ടന്റുകള് നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ നമുക്ക് യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സഹായിക്കും. ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. വെബ് കണ്ടന്റ്
നമുക്ക് നല്ല രീതിയിൽ യൂഷ്വലി വിഷ്വലിംഗ് ആയ രീതിയിൽ നമുക്ക് യൂസേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്താണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാബുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, നമ്മളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് നമുക്കൊരു ന്യൂസ് കാണണം. അപ്പൊ നമുക്ക് എന്താ മൾട്ടിപ്പിൾ പേജ് നമുക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്തിടാൻ പറ്റും അല്ലെ. ചിലര് സിനിമ നമുക്ക് എന്തെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് പാട്ട് കേട്ടോണ്ട് നമുക്ക് അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഒരു നമ്മളിപ്പോ എന്തെങ്കിലും വർക്ക് ചെയ്യും. ഇപ്പൊ PSCയുടെ സൈറ്റിൽ നമ്മൾ കയറി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അവിടെ ന്യൂസും കാണാൻ പറ്റും. ഒരു ബ്രൗസേഴ്സ് ഒന്നിലധികം നമുക്ക് ഒരു വിൻഡോയില് ഒന്നിലധികം പേജുകൾ തുറക്കാൻ യൂസറിനെ അനുവദിക്കുന്ന വെബിന്റെ ഒരു ഫീച്ചറാണ്, വെബ്സൈറ്റിന്റെ ഒരു ഫീച്ചറാണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ ഇപ്പൊ നമുക്ക് PSC സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ മനോരമയുടെ ന്യൂസും കാണാം. Tabbed browsing is an accepted feature in a web browsers that permit user to open multiple web page within a single browser window. ആ വിൻഡോയിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വെബ് പേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനെയാണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സിംഗിൾ ബ്രൗസറിൽ തന്നെ നമുക്ക് ഒന്നിലധികം പേജുകൾ വെബ് പേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. മിക്കവാറും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ഇപ്പൊ നെറ്റിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ വേറെ കാര്യങ്ങളും കേൾക്കാൻ പറ്റും അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ സെയിം മൊമെന്റിൽ തന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുക. ഗെയിം കളിക്കാം, ഗെയിം കളിക്കാം, ശരിയാണ്, ഗെയിം കളിക്കാം. Browsers make a user able to bookmark their most liked web page or quick cursors. നമ്മുടെ ഫോണിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ചില സൈറ്റുകൾ എപ്പോഴും നമ്മൾ നോക്കാറില്ലേ. അപ്പൊ അങ്ങനെയുള്ളത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് മാർക്കുകൾ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. Browsers make users able to bookmark their most liked website for quick access. അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ബുക്ക് മാർക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, they also keep a browsing history. ഒരു ഹിസ്റ്ററി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. Permitting users to revisit formerly visited web page. നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് കണ്ടത് നമുക്ക് പെട്ടെന്ന് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ മതി. ഫോണിൽ അങ്ങനെയില്ല. ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ലൈബ്രറിയിൽ വന്ന് കിടക്കും. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത ഈ യൂട്യൂബിൽ നമ്മൾ നോക്കിയ ആ വീഡിയോസ് ഏതാന്ന് വെച്ചാൽ അവിടെ പോയാൽ നമുക്ക് എടുക്കാം അല്ലെ. അങ്ങനെയുള്ള ഫെസിലിറ്റിയും തരുന്നുണ്ട്. They also keep a browsing history. നമുക്ക് ഹിസ്റ്ററി നോക്കാം. And permitting users to revisit formerly visited വെബ് പേജ്. അതിന് മുന്നേ നമ്മൾ നോക്കിയ വെബ് പേജ് നമ്മൾ നോക്കിയത് ഏതാണ്, അതിലേക്ക് നമുക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററിയും ഈ ടാബ്ഡ് ബ്രൗസിംഗിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ താഴെ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഒന്നാമത്, നമുക്ക് ഇഷ്ടപ്പെട്ട വെബ് പേജ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ബുക്ക് മാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയ ആ വെബ് പേജുകൾ നമുക്കത് ഒന്നോടെ റീവിസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഈ ബ്രൗസിംഗ് ഹിസ്റ്ററി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് രണ്ടിലും ഉണ്ട്. അതാണ് യൂട്യൂബിലും ഗൂഗിൾ ക്രോമിലും ഒക്കെ നമുക്ക് ആ ഹിസ്റ്ററി നോക്കാം. നിങ്ങൾ നോക്കാറില്ലേ? പിള്ളേരൊക്കെ ഫോണൊക്കെ എടുത്തിട്ട് ഹിസ്റ്ററി നോക്കൂലേ? അവരിതിനു മുന്നേ ഏത് വീഡിയോ കണ്ടേ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കിയെന്ന് ഹിസ്റ്ററി നോക്കാറുണ്ടാവും, ചെക്ക് ചെയ്യാറുണ്ടാവും. അങ്ങനെയുള്ള ഫെസിലിറ്റികളും ഒക്കെ ഈ വെബ് ബ്രൗസേഴ്സിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇനി അടുത്ത് നോക്കി 4ാമത്തെ പോയിന്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇത് സെക്യൂർ ആണ്. Web browsers give a priority to securely and
പ്രൈവസി ഫീച്ചേഴ്സ്, സെക്യൂരിറ്റി, നമുക്കത് നമ്മുടെ സുരക്ഷ, നമുക്ക് സുരക്ഷിതമാണത്. അതിനാണ് ഓരോ സൈറ്റുകൾ നമ്മൾ, അപ്പൊ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അത് നമുക്ക് എന്തിനു മുൻഗണന നൽകുന്നുണ്ട്? വെബ് ബ്രൗസേഴ്സ് give priority to security and privacy features. സെക്യൂരിറ്റി, പിന്നെ അതുപോലെ പ്രൈവസി, ഓരോരുത്തർ പ്രൈവസി ഫീച്ചേഴ്സും അത് അതിന് പ്രയോറിറ്റി, മുൻഗണന നൽകുന്നുണ്ട്. ടു പ്രൊട്ടക്ട് യൂസേഴ്സ് ഡേറ്റ ആൻഡ് പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. നമുക്കത് എന്താണ്, ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള ബ്രൗസിംഗ് എക്സ്പീരിയൻസ് പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇത് എന്താന്ന് വെച്ചാൽ, നമുക്ക് പേരന്റൽ കൺട്രോളർ എന്ന് പറഞ്ഞൊരു ഇതില്ലേ. ഇപ്പൊ പിള്ളേരൊക്കെ നമ്മളെ ഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഇത് നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് അവർക്ക് കാണാൻ പറ്റുന്ന, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് മാത്രമാക്കി നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റും. അത് ഒരു എന്താ പറയാ, ഒരു സെക്യൂരിറ്റി നമുക്കത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ വേറൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് മാത്രം കിട്ടുന്ന രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതാണ് നമുക്കത് ആ ഫീച്ചർ പറഞ്ഞത്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സും കിട്ടും വെബ് ബ്രൗസറിന്. Give a priority to security and privacy feature to protect users' data and provide a secure browsing experience. ഇത്രയാണ് വെബ് ബ്രൗസറിൽ വരുന്നത്. യൂസർ ഇന്റർഫേസ് ആണ്, റെൻഡറിങ് വെബ് പേജ് കണ്ടന്റ് നമുക്ക് വിഷ്വലി നല്ല രീതിയിൽ നമുക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് അത് പറ്റും. പിന്നെ ടാബ്ഡ് ബ്രൗസിംഗ്, നമ്മൾ ഒന്നിലധികം പേജുകൾ, നമുക്ക് വെബ് പേജുകൾ ഒരേ സമയം നമുക്കത് ഓപ്പൺ ചെയ്തിടാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു ഫീച്ചർ ആണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞത്. ഓക്കെ, പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് കൺസിസ്റ്റ് ഓഫ്, ഏതൊക്കെയാ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഏതൊക്കെയാ വെബ് ബ്രൗസർ നമ്മുടെ ഫോണിലുണ്ടല്ലോ, ഗൂഗിൾ ക്രോം ഒക്കെ ഇല്ലേ, നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഒരുപാട് നല്ല അഡ്വാൻറ്റേജ് പറഞ്ഞു. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ്, ഇപ്പൊ പ്രത്യേകിച്ചും CBSE സ്കൂളിലൊക്കെയാണ് കുറെ അവർക്ക് എന്താ ബൈ ഹാർട്ട് തന്നെ പഠിക്കുന്നതാണ്. നോട്ട്സുകളൊക്കെ അധികം സെർച്ച് ചെയ്ത് എടുക്കണ്ടെന്നല്ല, എങ്കിലും അധികം വേണ്ട. എന്നാൽ നമ്മള് സ്റ്റേറ്റ് സിലബസിലൊക്കെയാണ് ഫുൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്, ഫുള്ള് വർക്കാണ്, അത് തന്നെ ചെയ്യണ്ടേ. അപ്പൊ പല കാര്യങ്ങളും ഹോംവർക്ക് ആയിട്ട് ഇഷ്ടം പോലെ കൊടുത്തു വിടും ഇല്ലേ? ഹോംവർക്ക് ഒക്കെ കൊടുത്തു വിടില്ലേ പിള്ളേർക്ക്? കൊടുത്തിടാറില്ലേ പിള്ളേർക്ക് ഹോംവർക്ക് ഒക്കെ? അപ്പൊ നമ്മളെന്താ, നമ്മൾ ആ നേരത്തേക്ക് എങ്ങനെയാ അത് തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഓരോന്ന് അന്വേഷിച്ച് പല ടെക്സ്റ്റുകൾ റെഫർ ചെയ്തിട്ടൊക്കെ വേണം ഇരിക്കാൻ. ഇപ്പൊ എന്താ പറയാ നിങ്ങള്? ആ ഗൂഗിൾ എടുത്തേ, ആ ഗൂഗിളിൽ സെർച്ച് ചെയ്തേ. ഇപ്പൊ എന്തെങ്കിലും ഒരു 10 സെന്റൻസ് അബൌട്ട് എന്തിനെങ്കിലും കുറിച്ച് എഴുതാൻ പറഞ്ഞു, നേരെ നമ്മൾ എന്താ ചെയ്യാ? ഗൂഗിൾ എടുക്കുന്നു, എന്താ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഇതും കിട്ടും. എന്ത് എളുപ്പാന്ന് നോക്കിയേ. ഇപ്പൊ ആരെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണ്ടോ? ഇപ്പൊ ബുക്ക് നോക്കണ്ടോ? ലൈബ്രറി പോകണ്ടോ? ഒരാവശ്യമില്ല, എല്ലാം നമ്മുടെ കൊടക്കീഴിൽ കിടക്കുക അല്ലേ? ഇപ്പൊ ലൈബ്രറിയിൽ പോയൊക്കെ ബുക്ക് എടുക്കാനൊക്കെ ആരെങ്കിലും പോകണ്ടോ? ഇല്ല. ഒരു ഡിക്ഷണറി പോലും നോക്കേണ്ട ആവശ്യമില്ല. ഡിക്ഷണറി ഇപ്പൊ ആരെങ്കിലും പണ്ടൊക്കെ ഇത്രയും വലിയ ഡിക്ഷണറി ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവർക്കും വീട്ടില്. ഇപ്പൊ ഡിക്ഷണറിയുടെ ആവശ്യമില്ല. ഏത് വേർഡാ മീനിങ് നമുക്ക് മനസ്സിലാവാതെ അപ്പൊ അടിച്ചു കൊടുക്കാം. പിന്നെ വേർഡ് കൊടുക്കാം, മലയാളം മീനിങ് ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് വേർഡ് മീനിങ് ആണെങ്കിൽ അത് നമുക്ക് നേരെ അതിന്റെ മീനിങ് കിട്ടൂലേ. ഇപ്പൊ നമുക്ക് ഡിക്ഷണറിയുടെ ആവശ്യമുണ്ടോ? അപ്പൊ അത്രയും ഫെസിലിറ്റികളൊക്കെ നമുക്ക് ഈ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ചീത്ത രീതിയിൽ പല രീതിയിലും പ്രയോഗിക്കുന്നുണ്ട്. നെറ്റിൽ കൂടെ ഒക്കെ പല ഇതും വരുന്നുണ്ട്. എങ്കിൽ പോലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പഠിക്കുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും അല്ലെ? എത്ര വർക്കുകൾ ഇതുപോലെ തന്നെ എക്സാം ബേസ് ചെയ്തിട്ട് എത്ര ആപ്പുകൾ അതിനകത്ത് കിടക്കുന്ന നമുക്ക് ക്ലാസ്സുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കി, നിങ്ങൾ സ്കൂളിൽ പണ്ടൊക്കെ നമ്മുടെ സ്കൂളില് ഒരു ദിവസം 2 ദിവസം പോകാതിരുന്ന് എന്ത് ചെയ്യണം? ഞാനൊക്കെ പഠിച്ചപ്പോ അങ്ങനെയാട്ടോ. അന്ന് ഇത്രയും ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോണം അല്ലെ? അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് ബുക്ക് മേടിച്ചൊക്കെ തേടി പിടിച്ച് എഴുതിയിരുന്നത്. ഇപ്പൊ പിള്ളേര് ആബ്സെന്റ് ആവുകയാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയാണോ എഴുതിയെടുക്കാം? ആണോ? ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ 2 ദിവസം കുട്ടി ആബ്സെന്റ് ആയി, എന്ത് ചെയ്യും? വാട്സപ്പില് അല്ലേ? കണ്ടോ? വാട്സപ്പിൽ അപ്പൊ തന്നെ അന്ന് ക്ലാസ്സിലെടുത്ത നോട്ട്സ് അവിടെ സെൻഡ് ചെയ്തു അവര്, ഫ്രണ്ട്സ് തന്നെ ഇട്ടു. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എഴുതിയെടുക്കാം. നമുക്ക് ഒരു ഇതിനും പോകേണ്ട ആവശ്യമില്ല. അവരുടെ വീട്ടിൽ പോകണ്ട, ബുക്ക് മേടിക്കണ്ട, ഒന്നും വേണ്ട. നേരെ ക്ലിയർ ആയിട്ട് വാട്സപ്പിൽ അത് അയച്ചു തരും.
നമുക്കത് നേരെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ നെറ്റിൽ കൂടെ ഒക്കെ നമ്മൾ ഗൂഗിൾ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നമുക്കൊരു സ്ഥലം അറിയില്ല, നമ്മളത് എത്ര പേരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഇത് നേരെ നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് ഇട്ട് കൊടുത്താൽ മതി, ലൊക്കേഷൻ അടിച്ചാൽ മതി, നേരെ അവിടെ ചെന്ന് നിൽക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റികൾ വരുന്നുണ്ട്. അപ്പൊ ആക്കിയിട്ട് നമുക്ക് 4 പോയിന്റ്സ് വരെയായിട്ടാണ് നമ്മൾ പഠിച്ച് നിർത്തിയിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നാളെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, അതോടുകൂടി നിങ്ങളുടെ ക്ലാസ് കഴിയാണ്. അപ്പൊ നാളത്തെ ക്ലാസ്സിലും കൂടി എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. നാളെയും കൂടി ഉള്ളൂ നമ്മുടെ ക്ലാസ്. പിന്നെ എന്താ പറയാ, നല്ലൊരു ബാച്ചാണ് കേട്ടോ നിങ്ങളുടെ. ഞാൻ ഫസ്റ്റ് ബാച്ചിന് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു 5th ബാച്ച് എന്ന് പറയുന്നത് നല്ല കുട്ടികളായിരുന്നു, നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന, നമ്മളെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കുന്നു. നമുക്ക് എന്താ പറയാ നല്ല സങ്കടമുണ്ട്. നാളെ കൂടി അല്ലേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. എല്ലാവരും ബാക്കിയിട്ട് നാളെ പറയാം, ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. എന്നുവെച്ചാൽ നമുക്കൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട്, നമുക്കൊരു സന്തോഷമായിട്ട് നമ്മൾ എടുത്താണ്. നമുക്ക് നല്ല കുട്ടികളാണ് എല്ലാവരും കേട്ടോ. ബാക്കി ഒരു ക്ലാസ്സും കൂടി ഉള്ളു. അപ്പൊ നാളെയും കൂടി എല്ലാവരും ജോയിൻ ചെയ്യൂലേ? ഓഡിയോ ഓൺ ആക്കാനായിട്ട് ക്ലാസ്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്, ഇനി നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കേ, അടുത്ത ക്ലാസ് ഇല്ല, ഇനിയിപ്പോ ഈ ക്ലാസ് ഉള്ളൂ. ഇനിയിപ്പോ ബാക്കിത്തെ ഡിസ്കഷൻ നമുക്ക് നാളെ ചെയ്യാം. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് കയറണം. അപ്പൊ 2:30 അടുത്ത ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പൊ ഇപ്പൊ നാളെ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ തീരുവാണ്. നാളെ പറയാട്ടോ ബിനോയ്, നാളെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടേ നമുക്ക് വേണമെങ്കിൽ 5-10 മിനിറ്റോ നമുക്ക് സംസാരിക്കാം. ഓക്കെ, എന്തായാലും നല്ല കുട്ടികളായിരുന്നു കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നമ്മൾ നോക്കാം, ചെറിയൊരു സെക്ഷൻ കൂടി. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് കയറാനുണ്ട്. ഓക്കെ, ബൈ.